റീസെൻ്റ്ലി മോത്തിലാൽ ഒസ്വാൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ 42 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് പുതിയതായി ഓപ്പൺ ചെയ്തത്. ഇതുവഴി ഇന്ത്യയിലെ ടോട്ടൽ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 16.2 കോടിയിലേക്ക് ഉയർന്നു. 2023 ജൂൺ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2024 ജൂൺ മാസത്തിൽ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ 34.66% വർധനവുണ്ടായി. 2023 ജൂൺ മാസത്തിൽ 23.6 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളായിരുന്നു ഓപ്പൺ ആയത്. മെയ് മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോഴും ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ 4.24% വളർച്ചയുണ്ടായി. മെയ് മാസത്തിൽ 36 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഓപ്പൺ ആയത്. 40 ലക്ഷത്തിലധികം ഡിമാറ്റ് അക്കൗണ്ടുകൾ ജനുവരി, ഫെബ്രുവരി, 2023 ഡിസംബർ തുടങ്ങിയ മാസങ്ങളിലും ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും അധികം ഡിമാറ്റ് അക്കൗണ്ടുകൾ CDSL എന്ന ഡെപ്പോസിറ്ററിയുമായി ബന്ധപ്പെട്ടാണ് ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന അപ്ഡേറ്റ്. NSDL വഴി ഓപ്പൺ ആകുന്ന ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ 420 ബേസിസ് പോയിന്റിൻ്റെ ഇടിവ് വന്നപ്പോൾ CDSL വഴി ഓപ്പൺ ആകുന്ന ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ 620 ബേസിസ് പോയിന്റിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ മോത്തിലാൽ ഒസ്വാളിൻ്റെ കണക്ക് പ്രകാരം മാർക്കറ്റിലെ അല്ലെങ്കിൽ NSEയിലെ ആക്റ്റീവ് ക്ലയൻറ്റുകളുടെ എണ്ണത്തിൽ 3.1% വർധനവ് മന്ത് ടു മന്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് ബ്രോക്കേജ് വഴിയുള്ള ആക്റ്റീവ് ക്ലയൻറ്റുകളുടെ എണ്ണം 58.2% നിന്നും 64.4% ഉയരുകയും ചെയ്തു. ഡിസ്കൗണ്ട് ബ്രോക്കേജ് കമ്പനികളും ജൂൺ മാസത്തിൽ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. സീറോദയുടെ ക്ലയൻറ്റ് അക്വിസിഷൻ മന്ത് ടു മന്ത് 2.1% വർദ്ധിച്ച് 77 ലക്ഷമായി മാറി. ഏറ്റവും മികച്ച പെർഫോമൻസ് ഗ്രോ കാഴ്ചവെച്ചു. ഗ്രോയുടെ ക്ലയൻറ്റ് അക്വിസിഷൻ മന്ത് ടു മന്ത് 5.4% വർദ്ധിച്ച് 1.09 കോടിയായി മാറി. ഏഞ്ചൽ വണ്ണിൻ്റെ ക്ലയൻറ്റ് അക്വിസിഷൻ 3.4% വർദ്ധിച്ച് 67 ലക്ഷം ക്ലയൻറ്റും അപ്സ്റ്റോക്കിൻ്റെ ക്ലയൻറ്റ് അക്വിസിഷൻ 2.7% വർദ്ധിച്ച് 27 ലക്ഷം ക്ലയൻറ്റുമായി മാറിയിട്ടുണ്ട്. കൂടാതെ മാർക്കറ്റിൻ്റെ ക്യാഷ് ടേൺ ഓവർ സെഗ്മെൻറ്റിൽ 7.2% വളർച്ച കൈവരിക്കുകയും ചെയ്തു. CDSL വഴി കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ആകുന്നതുകൊണ്ട് CDSL എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. 2500 നിന്നും സ്റ്റോക്കിൽ ഒരു പ്രൈസ് റിജക്ഷൻ വരികയും സ്റ്റോക്ക് 2418 എടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 2500 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഏഞ്ചൽ വൺ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 1.4% വർദ്ധിച്ച് 2243 അടുത്ത് ക്ലോസിംഗ് നൽകി. 20,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 17.02, ഡിവിഡൻഡ് ഈൽഡ് 2.26%. 52 വീക്ക് ഹൈയിൽ നിന്നും ഹെവി ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു മികച്ച സ്റ്റോക്ക് കൂടിയാണ് ഏഞ്ചൽ വൺ ലിമിറ്റഡ്. ഏഞ്ചൽ വൺ ലിമിറ്റഡിൻ്റെ 52 വീക്കിലോ 1452. ഏഞ്ചൽ വണ്ണിൻ്റെയും ക്ലയൻറ്റ് ബേസിസിൽ 64.2% വർധനവുണ്ടായി എന്നുള്ളതാണ് ഏഞ്ചൽ വണ്ണിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. കൂടാതെ ഏഞ്ചൽ വൺ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടും നാളെ വരാൻ പോവുകയാണ്. ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി കുറച്ച് ദിവസം മുമ്പ് കമ്പനി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏഞ്ചൽ വണ്ണിൻ്റെ ക്ലയൻറ്റ് ബേസ് 15.06 മില്യണിൽ നിന്നും 24.72 മില്യണിലേക്ക് ഉയർന്നു. 64.2% വളർച്ചയാണ് കമ്പനി ക്ലയൻറ്റ് അക്വിസിഷനിൽ നേടിയിരിക്കുന്നത്. കൂടാതെ മന്ത് ടു മന്ത് നോക്കുകയാണെങ്കിൽ ക്ലയൻറ്റ് ബേസ് 3.7% വർദ്ധിച്ചു. ഗ്രോസ് ക്ലയൻറ്റ് അക്വിസിഷൻ മന്ത് ടു മന്ത് 0.4%, ഗ്രോസ് ക്ലയൻറ്റ് അക്വിസിഷൻ മന്ത് ടു മന്ത് 6.3% വളർന്നപ്പോൾ ഇയർ ഓൺ ഇയറിൽ 96.9% വളർന്നു. കൂടാതെ ഏഞ്ചൽ വണ്ണിൻ്റെ ഓവറാൾ ആവറേജ് ഡെയിലി ടേൺ ഓവർ 4.43% മന്ത് ടു മന്തും 90.2% ഇയർ ഓൺ ഇയറിലും വർദ്ധിച്ച് 45,74,200 കോടിയായി മാറുകയും ചെയ്തു. ഇനി F&O സെഗ്മെൻറ്റിലും കമ്പനിയുടെ ക്ലയൻറ്റ് അക്വിസിഷനും ഡെയിലി ടേൺ ഓവറും മെച്ചപ്പെട്ടിട്ടുണ്ട്. F&O സെഗ്മെൻറ്റിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ക്ലയൻറ്റ് അക്വിസിഷൻ 1.3% ഇടിഞ്ഞെങ്കിലും ഇയർ ഓൺ ഇയറിൽ 92.7% ഉയർന്നിട്ടുണ്ട്. ഏഞ്ചൽ വൺ എന്ന കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് കമ്പനിയാണ്. പല ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് കമ്പനികളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏഞ്ചൽ വണ്ണിനേക്കാളും വലിയ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് കമ്പനികൾ പലതുണ്ടെങ്കിലും ഈ കമ്പനികളൊന്നും മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടില്ല. ഏഞ്ചൽ വണ്ണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർലി റിസൾട്ട് കൂടി ഒന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 27.3% വർദ്ധിക്കുകയും കമ്പനിയുടെ ടോട്ടൽ ഇൻകം 63.4% വളർച്ച കൈവരിക്കുകയും ചെയ്തു. മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈൻ ആകുന്ന ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് വരുന്നതെങ്കിൽ ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് പ്രതീക്ഷയുണ്ട്. ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്ക് ഇപ്പോൾ ഡൗൺവേർഡ് ട്രെൻഡിലാണ്. സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 2200 ഒരു പ്രധാന സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 2000 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്ക് സ്റ്റോക്ക് എത്താനുള്ള സാധ്യതയുണ്ട്.
2700 എന്ന ലെവൽ മറികടന്നതിന് ശേഷം മാത്രം ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഏഞ്ചൽ വേണമെന്ന സ്റ്റോക്കിനെ പരിഗണിക്കുന്നവർ ഏഞ്ചൽ വേണമെന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്